പറയാം. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ മയിൽ ഹയർ സെക്കൻഡറി സ്കൂളും അധ്യാപകരും PT അംഗങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്ക് നൽകേണ്ട പാഠപുസ്തകങ്ങളും മറ്റും വിതരണം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ മെയ് മാസത്തിൻ്റെ അവസാന ദിവസം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലും അഡ്മിനിസ്ട്രേറ്റർക്കും സ്കൂൾ യാത്രയയപ്പ് നൽകി. സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും NCC റെഡ് ക്രോസ് കേഡറ്റുകളും ചേർന്ന് സ്കൂളും പരിസരവും ശുചീകരിച്ച് നവജാതകരെ വരവേൽക്കാനായി തയ്യാറായി കഴിഞ്ഞു.
മണ്ഡല സംഘടനയാണ് ആരോഗ്യ കഴിവ്. ഞാനിത് വാങ്ങാം. ജൂൺ 2-ാം തീയതി പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ അക്കാദമിക വർഷത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും പ്രതീക്ഷയോടുകൂടി സ്വീകരിക്കുകയാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പിന്തുണയും അതോടൊപ്പം അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. പാഠപുസ്തകങ്ങളുടെ വിതരണവും അതോടൊപ്പം അധ്യാപകരുടെ സ്ഥലം മാറ്റവും അവരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപക സ്ഥലം മാറ്റം വളരെ കാര്യക്ഷമമായും കുറ്റമറ്റ രീതിയിലും പൂർത്തിയാക്കിക്കൊണ്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ ഉൾപ്പെടെ ഏറ്റവും സംതൃപ്തമായ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെമ്പാടും പൊതുസമൂഹവും പൊതുവിദ്യാഭ്യാസ പ്രവർത്തകരും എല്ലാം ആഹ്ലാദത്തോടു കൂടിയാണ് ഈ അധ്യയന വർഷത്തെ സ്വീകരിക്കുന്നത്. പുതിയ അധ്യയന വർഷം പിറക്കുമ്പോൾ നമ്മുടെ മേഖലയിൽ വലിയ ആശങ്ക നമ്മുടെ ചില സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്നു വന്നതിന് നേരിടുന്നതിന്, പ്രത്യേകിച്ച് ലഹരി, അതുപോലെ തന്നെ അക്രമവാസന തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഗവൺമെൻറ് തന്നെ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അവരെ ഏറ്റവും മനോഹരമായി പുതിയ ലോകത്തിൻ്റെ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുന്ന രീതിയിലുള്ള കുട്ടികളായി വളർത്തിയെടുക്കാൻ സാധിക്കുന്ന പാഠ്യപദ്ധതി ഉൾപ്പെടെ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത്. ഈ അധ്യയന വർഷം എല്ലാവർക്കും സന്തോഷകരമായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു പുതിയ അധ്യയന വർഷം നമ്മുടെ ജൂൺ 2-ന് ആരംഭിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഈ വർഷം നമ്മുടെ അറിവിൻ്റെ അക്ഷരങ്ങൾ നുകർന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടി വരികയാണ്. മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഈ വർഷം നല്ല അഡ്മിഷൻ തന്നെ നടന്നിട്ടുണ്ട്. മറ്റ് പൊതുവായ ഗതാഗത സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. സ്കൂളിൻ്റെ മികച്ച ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ അക്കാഡമിക് മുന്നേറ്റങ്ങളും എല്ലാം തന്നെ കണ്ടുകൊണ്ട് കൂടുതൽ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ വരുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു മികവിന് തെളിവാണ്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ കുട്ടികളും ഉയർന്ന വിജയ ശതമാനത്തോടു കൂടി പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും നല്ല വിജയ ശതമാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ 2016 ഞാനിവിടെ പ്രിൻസിപ്പലായിട്ട് വരുന്നത്. കഴിഞ്ഞ 8.5 വർഷക്കാലം ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ മികച്ച പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പ്രവർത്തിക്കുന്നതിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും നമ്മുടെ അധ്യാപകർക്കും ജീവനക്കാർക്കും കുട്ടികൾക്കും എല്ലാവിധ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. ഈ തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലയിലെ IMNS GHS മൈലിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. പക്ഷേ വളരെ കുറച്ച് മാസങ്ങളാണെങ്കിലും കൂടുതൽ വർഷങ്ങളുള്ളതുപോലെ ഇവിടെയുള്ളവരോടും
ഇവിടെയുള്ള അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഈ സ്കൂളിനോടൊക്കെ തന്നെ ഏറ്റവും വലിയൊരു അത്രമാത്രം ഒരു പ്രിയം എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ IMNSCHS സ്മൈലിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ഈ സ്കൂളിൻ്റെ അച്ചടക്കവും ഇവിടെയുള്ള റിസൾട്ടും തന്നെയാണ്, പഠന മികവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മുടെ സ്കൂളിനെ എത്തിച്ചേർക്കാൻ പര്യാപ്തമായ ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ നേതൃത്വ നിരയും സ്കൂളിൻ്റെ മികവ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നേതൃത്വ നിരയും അത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും അതിനൊപ്പം നിൽക്കുന്ന PTA-യും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഒരു പൊതുവിദ്യാലയത്തെ എങ്ങനെ മികവിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ IMNSGHS സ്മൈൽ. അപ്പോൾ ഈ സ്കൂളിൽ ഇവിടെ നിന്ന് ഞാൻ പടിയിറങ്ങുന്നത് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെയാണ്. ഈ സ്കൂളിന് എന്നും നന്മകൾ ഉണ്ടായിരിക്കട്ടെ.